നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി ജി സുധാകരൻ രംഗത്ത്. CPM മെമ്പർഷിപ്പ് പുതുക്കില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലെത്തിയ ശേഷം ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. പൊതുപരിപാടികളിൽ അവഗണിച്ചെന്നും ജി സുധാകരൻ. പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരനെ അന്വയിപ്പിക്കാൻ പ്രാദേശിക നേതൃത്വം. സുധാകരനെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃത്താലയിലെ കോൺഗ്രസിൽ ആഭ്യന്തര ഭിന്നതകൾ വീണ്ടും രൂക്ഷമാകുന്നു. മുൻ MLA ആയ VT ബൽറാമിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി. VT ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം. സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിന്റെ നട്ടെല്ല് തകർന്നു കിടക്കുന്നു. പിണറായിയും കൂട്ടരും അടുത്ത മാസം സ്ഥലം വിടും. 6 ലക്ഷം കോടി കടത്തിലെ കേരളത്തിൽ രൂക്ഷമായ വിലക്കയറ്റമാണ്. UDF വന്നാൽ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിക്കുമെന്നും VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ ഇടതുപക്ഷത്തിനായി KK ശൈലജ തന്നെ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമളയും മത്സരിക്കും. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണനും മത്സരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് ജാമ്യം. സ്വാഭാവിക ജാമ്യമാണ് കൊല്ലം വിജിലൻസ് കോടതി നൽകിയത്. ദ്വാരപാലകപാളി കേസിലാണ് ജാമ്യം. ദ്വാരപാലകപാളി കേസിലും 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം. സ്വർണ്ണക്കൊള്ളക്കേസിൽ പുറത്തിറങ്ങുന്ന 8ാമത്തെയാളാണ് A പത്മകുമാർ. വിവാദ ചിത്രം കേരള സ്റ്റോറി ടു ബിയോണ്ട് എന്ന സിനിമയുടെ പേരിൽ നിന്ന് കേരള എന്നത് നീക്കണമെന്ന ആവശ്യവുമായി പൊതു താൽപര്യ ഹർജി. യുവതികളെ നിർബന്ധിത മതപരിവർത്തനം തീവ്രവാദികൾക്കുമായി ഉപയോഗിക്കുന്നുവെന്ന വിവാദ കഥ പറയുന്ന ചിത്രത്തിന്റെ പേരിൽ നിന്ന് കേരള എന്നത് നീക്കാൻ ഉത്തരവിടണമെന്നും സാങ്കല്പിക കഥയാണെന്ന് എഴുതി കാണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി എത്തിയത്. ചെന്നൈ നഗരത്തിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി നിയമവിദ്യാർത്ഥിനി മരിച്ചു. പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിനിയായ 21 വയസ്സുള്ള ജിനുവാണ് മരിച്ചത്. പാലക്കാട് വടക്കാഞ്ചേരി മുലങ്കോട് കാവിൽ വീട്ടിൽ വിജയകുമാറിന്റെ വിജയകുമാരിയുടെയും മകളാണ് ജിനു. 21 വയസ്സായിരുന്നു. ജിനു സഞ്ചരിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന സുരേഷ് പാണക്കാടെത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സുരേഷിന്റെ മാറ്റം ജനങ്ങളും അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. തിരൂരിൽ നിക്കാഹ് കഴിഞ്ഞ് വധുവിന്റെ വീട്ടിലെത്തിയ നവവരൻ മണിയറയിലെ ബാത്റൂമിൽ ഒളിപ്പിച്ച MDMA പോലീസ് കണ്ടെടുത്തു. തവനൂർ സ്വദേശിയായ പുത്തൻപുരയിൽ മുഹമ്മദ് ഷിബാനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പണിമുടക്ക് പുരോഗമിക്കുന്നു. പണിമുടക്കിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നഴ്സുമാർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുന്നത്. തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സ് BJPയിലേക്ക് പാർട്ടി അംഗത്വം നൽകി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത, ഭരതനാട്യം കലാകാരി അദ്രിജ തുടങ്ങിയവരാണ് അംഗത്വമെടുത്തത്. നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും അംഗത്വമെടുത്തു. ആകെ 15 പേർ അംഗത്വമെടുത്തു. ബജറ്റ് ദിനത്തിൽ ജീവനക്കാരുടെ സ്വർണ്ണ സമ്മാനവുമായി പഞ്ചായത്ത് പ്രസിഡന്റ്. UDF ഭരിക്കുന്ന കാസർഗോഡ് മംഗൽപട്ടി പഞ്ചായത്തിലാണ് പൊന്നുവിലയുള്ള ബജറ്റ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൾ റഹ്മാനാണ് സർപ്രൈസായി ജീവനക്കാർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരമായി നൽകിയതിനേക്കാൾ കൂടുതൽ തുക നൽകണമെന്ന കോടതി ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്ന് വനംവകുപ്പിന്റെ 2 സഫാരി വാഹനങ്ങൾ പിടിച്ചെടുത്ത സുൽത്താൻ ബത്തേരി കോടതി. വയനാട് വന്യജീവി സങ്കേതത്തിൽ മുത്തങ്ങയിൽ വനത്തിനുള്ളിലെ സഫാരിക്ക് ഉപയോഗിക്കുന്ന 2 മിനി ബസ്സുകളാണ് ചൊവ്വാഴ്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് പിടിച്ചെടുത്തത്. വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയാസകരമാകുന്ന വിധത്തിൽ നിശ്ചയിച്ചിട്ടുള്ള പെരുന്നാൾ തലേന്നത്തെ പരീക്ഷകൾ മാറ്റി നിശ്ചയിക്കണമെന്ന സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിന്ന് നേരിട്ട് രാമേശ്വരത്തേക്കുള്ള മംഗലൂരു രാമേശ്വരം പ്രതിവാര എക്സ്പ്രസിന് കേരളത്തിൽ 5 സ്റ്റോപ്പുകൾ മാത്രം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, പാലക്കാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. 2024 റെയിൽവേ പ്രഖ്യാപിച്ച ബോർഡ് ഉത്തരവ് പ്രകാരമാണ് ഈ സ്റ്റോപ്പ് ഉള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിലെ ചൈനീസ് ബന്ധം കണ്ടെത്താൻ NIA. ഭീകരർ ഉപയോഗിച്ച GoPro ക്യാമറ ചൈനീസ് നിർമ്മിതമെന്ന് കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിനായി ചൈനീസ് അധികൃതരിൽ നിന്നും വിവരം തേടാൻ അന്വേഷണ സംഘത്തിന് ജമ്മു കോടതി അനുമതി നൽകി. TVK അധ്യക്ഷനും നടനുമായ വിജയുടെ റാലിക്കിടെ വീണ്ടും അപകടത്തിൽ 2 സ്ത്രീകളടക്കം 6 പേർക്ക് പരിക്കേറ്റു. വിജയുടെ വാഹനത്തെ പിന്തുടരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. 5ാം ദിവസത്തിലേക്ക് കടന്ന പശ്ചിമേഷ്യൻ യുദ്ധം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക്. ലോകത്തെ പ്രധാന എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തതായി ഇറാനിലെ റവല്യൂഷണറി ഗാർഡുകൾ പ്രഖ്യാപിച്ചു.
മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ താറുമാറായി വ്യോമഗതാഗതം. കരിപ്പൂരിൽ ഇന്ന് 40 സർവീസുകൾ റദ്ദാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തേണ്ട 19 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്ക് ഇന്ന് 58 പ്രത്യേക വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ലഹരിമരുന്ന് സംഘങ്ങൾക്കെതിരെയുള്ള നടപടിയിൽ ഇക്വഡോറിൽ അമേരിക്കൻ സൈനിക നടപടി. ട്രംപ് ഭരണകൂടത്തിന്റെ മയക്കുമരുന്ന് വിരുദ്ധ നടപടിയുടെ ഭാഗമായാണ് US സൈന്യം ഇക്വഡോറിന്റെ കരയിലിറങ്ങിയുള്ള ഓപ്പറേഷൻ നടത്തിയത്. ചെറിയ പെരുന്നാൾ പ്രമാണിച്ചുള്ള അവധി പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്കുള്ള അവധി ദിനങ്ങളാണ് അധികൃതർ പുറത്തുവിട്ടത്. സൗദിയിൽ മാർച്ച് 4 ബുധനാഴ്ചയാണ് അവധി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. മാർച്ച് 18 ബുധനാഴ്ച മുതലാണ് പൊതു അവധി ആരംഭിക്കുന്നത്. എല്ലാ ജീവനക്കാർക്കും 4 ദിവസം അവധി ലഭിക്കും. പ്രകമ്പനത്തിന് ശേഷം സാഗർ സൂര്യയും അമീനും ആദം സാബിക്കും യുവതാരനിരയും അണിനിരക്കും ചിത്രമാണ് ഡർബി. കടകൻ സിനിമയ്ക്ക് ശേഷം സജിൻ മമ്പാട് സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ച് 27 തിയേറ്ററിലേക്ക് എത്തും. ഒയാസിസ് ഇന്റർനാഷണൽ ഫിലിംസിന്റെ ബാനറിൽ സുനിൽ കുമാർ നിർമ്മിച്ച ഷാൻ തൻഹ സംവിധാനം ചെയ്യുന്ന വെറി എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം മാർച്ച് 6 ഭൂമിമാർക്ക് പ്രദർശനത്തിലെത്തിക്കുന്നു. T20 ലോകകപ്പിന്റെ 2ാം സെമിയിൽ നാളെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് സൂപ്പർ 8-ൽ എത്തിയെങ്കിൽ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റും നേപ്പാളിനോട് വിറച്ചും ജയിച്ചുമാണ് സൂപ്പർ 8-ൽ എത്തിയത്. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.